നല്ല എരി. ഇപ്പൊ എങ്ങനെയുണ്ട് ഉപ്പ്? പാകത്തിന്. എരിയോ? അതല്ലേ പറഞ്ഞു, എല്ലാം പാകത്തിനാണ്. വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഉണ്ടെന്ന് തോന്നുന്നു, അടിയിൽ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. പ്ലാസ്റ്റിക് ജാറാണോ? പ്ലാസ്റ്റിക് ജാറാണോ അതോ പൊട്ടുന്നതാണോ? എന്താ നടത്തില്ല. ഒരെണ്ണം തരുമോ? എന്നോട് വഴക്കല്ലേ? എന്ത് വഴക്ക്? വഴക്ക് മാറിയാ? പിന്നെ മാറിയാ? പിന്നെ നമ്മൾ കൊണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മുടെ ആമിനത്താടെ കടയിൽ നിന്ന് നെല്ലിക്കാൻ മേടിച്ചെന്ന് ഓർമ്മയുണ്ടോ? 10 പൈസക്ക് പറങ്ങാണ്ടിയൊക്കെ കൊടുത്ത് നമ്മൾ നെല്ലിക്ക പഠിക്കുന്ന ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. വീട്ടിൽ നിന്ന് ഉപ്പുവാങ്ങ ഇട്ടിട്ട് അമ്മച്ചി എന്നെ ചീത്ത വിളിച്ച് ഓർമ്മയുണ്ടാ? നീ പറഞ്ഞിട്ടില്ല? എന്റെ ലില്ലി പെണ്ണ് പൊളിയാണ്. ഓർമ്മ ഞാൻ നല്ല എരിയും പൊളിയും. എനിക്ക് നമ്മുടെ പഴയ സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മ വന്നു. എന്നാലും നീ എന്നോട് ദേഷ്യപ്പെട്ടല്ലോ. സോറി. അച്ഛൻ രാവിലെ വന്ന് എന്നോടല്ലേ ആദ്യം ദേഷ്യപ്പെട്ടത്? ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല വെട്ടി. ഓക്കെ, സെറ്റ് സെറ്റ്. തങ്കം, തങ്കം. ഒരെണ്ണം കൂടെ തട്ടെ. ഫാദറിനെ സ്നേഹത്തോടെ ഒരാൾ എന്തെങ്കിലും വെച്ച് നീട്ടുമ്പോൾ നമ്മൾ തട്ടിക്കളയരുന്ന ബൈബിളിൽ പറഞ്ഞേക്കുന്നു. ഏയ് തങ്കച്ചേട്ടന് ചിരിച്ച് ഞങ്ങൾ കൂട്ടുപോട്ടെ, ഞങ്ങൾ സെറ്റായി. വേണോ? സൂപ്പർ സാധനം. പോടാടുന്ന് ഈ തങ്കച്ചേട്ടത്തി പറഞ്ഞേ രാവിലെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞപ്പോ എന്താ പറഞ്ഞതെന്നറിയോ? ലില്ലിപ്പണ്ണിന്റെ വീട്ടിലോട്ട് ഇനി പോവണ്ട, നീ ആഹാരം ഒന്നും പോയി ചോദിക്കല്ലേന്ന് പറഞ്ഞു. ചേച്ചി അങ്ങനെ പറഞ്ഞു? ചേച്ചി അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. പക്ഷെ അത് സ്നേഹം കൊണ്ടാന്ന് പറയാം. പക്ഷെ മാമൻ അങ്ങനല്ല കേട്ടോ. മാമൻ പറയാൻ നിനക്ക് നാണോ മാനവില്ലേ കനയന്റെ വീട്ടിൽ കയറാൻ, ലില്ലിയുടെ ആടയും പത്രാസ് നീ എന്തിനാ കാണുന്നത്, നിനക്ക് ഇവിടെ കഴിഞ്ഞൂടെന്നൊക്കെ പറഞ്ഞു. അല്ലേ? പറഞ്ഞില്ലേ മാമൻ രാവിലെ നമ്മള് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കരഞ്ഞപ്പോ? അമ്മാനത് പറയാം, എനിക്കറിയാം. ചോറും കറി ഇരിപ്പുണ്ട്, ഭാഗ്യം കഴിക്കാം. അവിടുത്തെ അങ്ങോട്ട് സെറ്റായില്ല. എനിക്ക് ലില്ലിപ്പണ്ണിന്റെ മീൻ കറിയില്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടം. കഴിച്ചിട്ട് പറ്റേ പോവാങ്ങോട്ട് നാട്. മൊബൈലൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മച്ചമ്മ വിളിക്കുമ്പോൾ കാണത്തില്ല. അമ്മാൻ അങ്ങനെ പറഞ്ഞാ എനിക്ക് ജാടയെന്ന്? ഞാൻ കാണിച്ചു തരല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതിങ്ങനെ വരുമെന്ന്. അവരാങ്ങളും പെങ്ങളാ, അവരൊന്നാവും. ഇപ്പൊ നമ്മള് പുറത്തായി. പക്ഷെ ഞാൻ അതിന്റെ ഇടയിൽ നുഴഞ്ഞു കയറി. അമ്മാവൻ എന്ത് ചെയ്യും? അവൻ അവിടെ കയറിയ സ്ഥിതിക്ക് എനിക്ക് ഇവിടെ കയറാലോ.